പോരാ, തിരുത്തൽ വേണം. അത് അടിമുതൽ മുടി വരെ ആവുകയും വേണം. അങ്ങനെ സമൂലമായ മാറ്റത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും തിരുത്തൽ വരുത്തിയിട്ടില്ല എന്ന് പഴയ LDF കൺവീനർക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് എഴുതുകയും ചെയ്യുന്നത്. തനിക്കുള്ള അഭിപ്രായങ്ങൾ, അതായത് പാർട്ടി വിലയിരുത്തിയ ഈ കാര്യങ്ങൾക്കപ്പുറം പരിശോധനാ വിധേയമാക്കേണ്ടുന്ന കാര്യങ്ങൾ മറ്റു പലതുമുണ്ടല്ലോ, ഉണ്ടെങ്കിൽ അതിൽ തിരുത്തൽ വേണ്ടേ, സംഘടനാപരമായും രാഷ്ട്രീയമായും ഭരണപരമായും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയേ മുന്നോട്ട് പോകാനാകൂ, അതിലേതറ്റം വരെ പോകുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും മുന്നോട്ടുള്ള ഗതി നിർണ്ണയിക്കുക. സജിത്ത് ഇവിടെ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ജയരാജൻ സംസാരിക്കുന്നതാണോ ഇത്? അല്ല, പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് സജിത്ത്, ഇതിപ്പോൾ ഈ ജാവദേക്കർ വിഷയത്തിലും ജയരാജൻ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകിയതാണ്. പക്ഷെ പാർട്ടി അത് വിശ്വാസത്തിലെടുത്തില്ല, അത് അദ്ദേഹം പറയുന്നുമുണ്ട്. അപ്പോൾ ജയരാജന്റെ ഈ വിശദീകരണവും പാർട്ടിക്ക് വിശ്വസിക്കുവാൻ പ്രയാസമുള്ളതാവില്ലേ സജിത്തെ? മഞ്ജുഷ്, ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം, അതായത് EP ജയരാജൻ അദ്ദേഹം പാർട്ടിയുമായുള്ള ഉടക്ക്, വലിയ തരത്തിലുള്ള അകൽച്ച മാറി പാർട്ടി പരിപാടികളുമായി സഹകരിച്ചു തുടങ്ങി എന്ന തോന്നലുളവാക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വിവാദം ഉയർന്നു വരുന്നത്. അതായത് ഇന്നത്തെ ദിവസം തന്നെ പരിശോധിക്കുമ്പോൾ ഉദുമയിൽ അദ്ദേഹത്തിന് ഒരു പൊതുസമ്മേളനം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതൊരു പാർട്ടി പരിപാടിയാണ്. അങ്ങനെ പാർട്ടി പരിപാടികളിൽ പങ്കെടുത്ത് ഈ മുഖ്യമന്ത്രിയുമായുള്ള സംസാരത്തിന്റെ ഭാഗമായി അദ്ദേഹം അനുനയപ്പെട്ടു വരുന്നു എന്ന സൂചനകൾക്കിടയിലാണ് ഈ വിവാദം പുറത്തു വരുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഈ ദിവസം ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അദ്ദേഹം പാർട്ടിയെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു. അതാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കമായി മാറിയതും. 6 മാസം മുമ്പ് തയ്യാറാക്കപ്പെട്ട ഒരു ഉള്ളടക്കമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അതിൽ ചില കൂട്ടിച്ചേർക്കലാണുകളാണ് പിന്നീട് വരുത്തിയത്. താൻ എന്തായിരുന്നു, തൻ്റെ നിലപാടുകൾ എന്തായിരുന്നു, പാർട്ടി തന്നെ എന്തുകൊണ്ട് കേട്ടില്ല, അത് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം വിമർശിക്കുന്നതിനിടയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്താനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചില പരാമർശങ്ങൾ ആ പുസ്തകത്തിൽ കടന്നു വരുന്നുണ്ട്. ഏതെങ്കിലും ഭാഗത്ത് പിണറായി വിജയൻ തന്നോട് തെറ്റുകാട്ടി എന്ന പരാമർശം അദ്ദേഹം ബോധപൂർവ്വം നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മറിച്ച് അവിടെ പാർട്ടി എന്ന പ്രയോഗമാണ് അദ്ദേഹം അവിടെ നടത്തുന്നത്. അങ്ങനെ പ്രയോഗതലത്തിൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന ഘട്ടങ്ങളിൽ ആ തരത്തിൽ പുകഴ്ത്തുകയും രാഷ്ട്രീയ പ്രതിയോഗികളുടെ അക്രമത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരയായ കാര്യങ്ങളൊക്കെ പരാമർശിച്ചു വരുന്നതിനിടയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്. അത് നേരത്തെ നിങ്ങൾ പരാമർശിച്ചതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികൾ വേണ്ടത്ര ആർജവമുള്ളവരായിരുന്നില്ല എന്ന കാര്യം അദ്ദേഹം പരാമർശിച്ചു പോകുന്നുണ്ട്. അത് തനിക്ക് പറയേണ്ടി വരുന്നത് ആത്മഗതമെന്നോണം താൻ പറഞ്ഞതാണ് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം പിണറായി വിജയൻ, EP ജയരാജൻ എന്ന വ്യക്തി CPM രാഷ്ട്രീയത്തിൽ ഒരു ഇടനിലക്കാരൻ എന്ന തരത്തിൽ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് മുന്നിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, സാന്റിയാഗോ മാർട്ടിൻ്റെ ബോണ്ട് വിവാദം, മറ്റൊന്ന് ഈ VM രാധാകൃഷ്ണനുമായുള്ള പരസ്യ ഇടപാട്. ഈ 2 വിഷയങ്ങളിലും എന്താണ് സംഭവിച്ചത് എന്ന കാര്യം വിശദീകരിക്കാനും EP ജയരാജൻ ഈ പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നുണ്ട്. 2ഉം പാർട്ടി അറിഞ്ഞിരുന്നു എന്നതാണ് EP ജയരാജൻ നൽകുന്ന വിശദീകരണം. അതിന് പക്ഷേ പഴി തനിക്ക് മാത്രം ഏൽക്കേണ്ടി വന്നു എന്ന കാര്യം EP ജയരാജൻ വിശദീകരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് അദ്ദേഹം ഈ P സരിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയാൻ ശ്രമിച്ചത്. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തിറങ്ങുന്ന ഒരു പുസ്തകത്തിൽ സരിനെ പരാമർശിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ ആ പുസ്തകം പുറത്തു വരുന്നത്, അതല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം ചർച്ചയാവുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പായി പോയി എന്നതാണ് മറ്റൊരു സാഹചര്യം ഉണ്ടാക്കിയത്. എങ്ങനെയാണ് ഇതിൽ പറയുന്ന കാര്യം ശരിയാണ്. ഈ പുസ്തകം മുഴുവനും ഓടിച്ചു വായിച്ചു നോക്കിയാൽ തന്നെ ഇതിൽ പാർട്ടിക്കെതിരെയുള്ള വിമർശനം എന്ന് പറയുന്നതും പാർട്ടി തന്നെ കേട്ടിട്ടില്ല എന്ന് പറയുന്നതും കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ്. ഏതാണ്ട് അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് 177 പേജിലെ പുസ്തകത്തിൽ ഏതാണ്ട് 160 പേജുകൾ കഴിയുമ്പോഴാണ്. അതുവരെ ഈ പാർട്ടിയിൽ താൻ ആരായിരുന്നു, താൻ എങ്ങനെയാണ് പാർട്ടിയിൽ വളർന്നു വന്നത്, തന്റെ സേവനങ്ങളും തന്റെ ത്യാഗങ്ങളും എന്തൊക്കെയായിരുന്നു, പിന്നെ പാർട്ടി എങ്ങനെ വളർന്നു, ഇതെല്ലാം അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തുകയും ചെയ്യുന്നത്. പക്ഷെ അവസാന സമയത്തേക്ക് വരുമ്പോൾ താൻ എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന കാര്യം പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് EP ജയരാജനെ ഞാൻ എഴുതിയതല്ല എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ, ജയരാജൻ അങ്ങനെ തള്ളുമ്പോൾ അദ്ദേഹം പറഞ്ഞ പല നല്ല കാര്യങ്ങളുമുണ്ട്, പാർട്ടിക്ക് അനുകൂലമായി പറയുന്ന കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും അദ്ദേഹം തള്ളിക്കളയണം. അതുകൊണ്ട് കൂടുതലും വിശ്വാസ്യത ഇതിനകത്ത് വരുന്നത് ജയരാജൻ എഴുതിയതാണ് ഈ പുസ്തകം. അത് ഈ ദിവസം പുറത്തു വന്നതുകൊണ്ട് ജയരാജനുള്ള ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് അദ്ദേഹം തള്ളിപ്പറയുന്നതാണ്. അതിലേക്ക് നയിക്കുന്നതിന്, അങ്ങനെ നമുക്ക് എല്ലാവർക്കും പൊതുസമൂഹത്തിൽ വിശ്വസിക്കുന്ന രീതിയിലേക്ക് നയിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. തീർച്ചയായും ഉണ്ട്. കാരണം സാധാരണ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതം, പാർട്ടി, ഒപ്പം കഴിഞ്ഞകാല വിവാദ ഇടപെടലുകൾ ഇതൊക്കെ പരാമർശിക്കും. അത് സ്വാഭാവികമായും അദ്ദേഹം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. CPM നേതൃത്വത്തിന് തള്ളാനും കൊള്ളാനുമാവുന്ന കാര്യങ്ങൾ അതിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പാർട്ടിയിലെ പൊസിഷനുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കപ്പെടുമ്പോൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ EP ജയരാജൻ
യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്നത് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് കൃത്യമായി തന്നെ വിലയിരുത്താം. കാരണം അതിന്റെ ഉള്ളടക്കവും അതിന്റെ സ്വഭാവവും അതുതന്നെയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് നിഷേധിക്കാനുള്ള കാരണം. എന്തുകൊണ്ട് ഇ പി ജയരാജൻ ഈ പുസ്തകത്തെ നിഷേധിക്കുന്നു എന്ന കാര്യം പരിശോധിക്കപ്പെടുമ്പോൾ നമുക്ക് അന്വേഷിച്ച് എത്താനാവുന്നത് ഇ പി ജയരാജനും ഈ DC ബുക്സ് കമ്പനിയും തമ്മിൽ ഒരു കരാർ ആ തരത്തിൽ രേഖാമൂലം ഒപ്പിട്ടിരുന്നില്ല എന്ന ചില സൂചനകളാണ്. നമ്മൾ ഉറപ്പിച്ചു പറയുന്നില്ല, ചില സൂചനകളാണ്. പക്ഷേ സാധാരണ രീതിയിൽ ഇത്തരമൊരു നേതാവുമായി ഒരു പുസ്തക പ്രസിദ്ധീകരണ നടപടികളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു കരാർ ഒപ്പിടേണ്ടതാണ്. ഒരു പക്ഷേ കരാർ ഒപ്പിട്ടിട്ടില്ല എന്ന വാദം നമുക്ക് വിശ്വസിക്കാം. അതല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുള്ളത് ഒരു പക്ഷേ ഈ രാഷ്ട്രീയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങാനിരുന്ന ഈ ബുക്ക് താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യാൻ ഇ പി ജയരാജന് കഴിഞ്ഞിരിക്കുന്നു എന്ന മറ്റൊരു കാരണമാണ്. അതിന് ഒരുപക്ഷെ DC-യുടെ ഭാഗത്ത് നിന്ന് ഇ പി ജയരാജനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു വിശദീകരണ കുറിപ്പ് കൂടി അവർ കൈമാറിയിട്ടുണ്ട്. എന്തായാലും പക്ഷേ DC-ക്ക് എങ്ങനെയാണ് ഇതിന്റെ കോപ്പി കിട്ടിയത് എന്നുള്ള കാര്യമുണ്ടല്ലോ. ഇപ്പോൾ അല്ല എങ്കിൽ പോലും മറ്റൊരാൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതാണ് എങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും ഇ പി തന്നെ സ്വന്തം ടൈപ്പ് ചെയ്ത് തയ്യാറാക്കുന്ന ഇതിൽ 163-ാമത്തെ പേജിന്റെ ഹെഡിങ് തന്നെ ജീവൻ ഉള്ളിടത്തോളം ചെങ്കൊടിത്തണലിൽ എന്നാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഇത് ആത്മകഥയോ ജീവചരിത്രമോ അനുഭവക്കുറിപ്പോ ഒന്നുമല്ല, മറിച്ച് മനസ്സിൽ തോന്നുന്നതും അനുഭവിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തുറന്നെഴുത്ത് മാത്രം. ഇതൊരിക്കലും ഞാൻ സ്നേഹിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾക്കെതിരാവില്ല. തുറന്നെഴുതുമ്പോൾ ചിലപ്പോൾ ചില വിമർശനങ്ങൾ ഉണ്ടാകില്ല എന്നല്ല, അതൊന്നും വ്യക്തിപരമായ കടന്നാക്രമണം ആകില്ല. അതായത് ഈ പുസ്തകം ഇറങ്ങിയാൽ അടക്കം ഉണ്ടാകാൻ പോകുന്ന വിമർശനങ്ങളെ കുറിച്ച്, അതായത് തുറന്നെഴുതുമ്പോൾ ചിലപ്പോൾ ചില വിമർശനങ്ങൾ ഉണ്ടാകില്ല എന്നല്ല, അതായത് വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അടക്കം താൻ നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ തുറന്നെഴുതുകയാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതാകട്ടെ സൂചിപ്പിക്കുന്നത് പോലെ മറ്റൊരാൾക്ക്, അതായത് ഇ പി ജയരാജൻ അല്ലാതെ മറ്റൊരാൾക്ക് ഇത്രമേൽ വളരെ കൃത്യമായ അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവുമില്ല. അതിൽ നിന്ന് തന്നെ ഇത് ഇ പിയുടെ എഴുത്ത്, ഇ പിയുടെ അനുഭവക്കുറിപ്പ്, അദ്ദേഹം പറയുന്നത് പോലെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അദ്ദേഹം എഴുതുന്നു. അത് പുസ്തക രൂപേണ ജനങ്ങൾക്ക് ഇടയിലേക്ക് എത്തുന്നു. അങ്ങനെ ഇന്ന് കൈകളിലേക്ക് എത്തേണ്ടിയിരുന്ന ഒരു പുസ്തകം, ആ പുസ്തകമാണ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് വിവാദമാകുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇ പി ജയരാജന്റെ പ്രതികരണം ഉണ്ടാകുന്നു. താൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന്. സജിത്ത്, തീർച്ചയായും ഈ പറയുന്നത് പോലെ ഇതിലെ ഓരോ വാക്കുകളും വരികളും ഇ പി ജയരാജൻ എന്ന രാഷ്ട്രീയ നേതാവിനെ അറിയുന്നവർക്ക്, അദ്ദേഹത്തിന്റെ ജീവിതത്തെ വായിച്ചെടുത്തവർക്ക് മനസ്സിലാകും ഇത് അദ്ദേഹത്തിന്റെ ഭാഷയാണ്, ശൈലിയാണ്, രീതിയാണ്, അനുഭവമാണ് എന്ന്. അതെ, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടവും അദ്ദേഹം കടന്നു വന്ന വഴികളുമൊക്കെയാണ് അതിൽ പരാമർശിച്ചത്. ഇതിൽ നമ്മൾ ഈ വാർത്ത കൈകാര്യം ചെയ്യുമ്പോൾ താനല്ല ഈ പുസ്തകത്തിന് പിന്നിലെന്ന് അതിൻ്റെ എഴുത്തുകാരനും പ്രസാധകർക്ക് വീഴ്ച പറ്റിയെന്ന് അവരും അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ എടുക്കുന്ന ഒരു പൊതു നിലപാട് എന്ന രീതിയിലാണ് ഞാൻ മുമ്പ് പരാമർശിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് സംഭവിച്ചത് എന്താ എന്നത് നമുക്ക് വ്യക്തമാണ്. സംഭവിച്ചത് ഇ പി ജയരാജൻ ഒരു പുസ്തകം പ്രസിദ്ധീകരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അത് ആത്മകഥാ സ്വഭാവമുള്ളതായിരുന്നു. ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും പാർട്ടി വിമർശനങ്ങളും തൻ്റെ നടപടികളും അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ചിരുന്നു. പക്ഷേ അത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ച ദിവസം ഒരുപക്ഷെ ഇതായിരുന്നിരിക്കില്ല. ഇനി അദ്ദേഹം ഇന്നത്തെ ദിവസം ഇത് ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചു, ഇ പി ജയരാജൻ തന്നെ ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യവും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ ഈ വിവാദം പുറത്തു വന്നതിന് ശേഷം അതിൽ നിന്ന് ഇ പി പിന്നോട്ട് പോയി എന്നതാണ് സാഹചര്യം. ഈ ഉള്ളടക്കമല്ല എന്ന കാര്യം, ഈ ഉള്ളടക്കം തന്നെയാണോ എന്ന കാര്യം DC ബുക്കും സ്ഥിരീകരിക്കുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ വിവാദങ്ങൾ കെട്ടടങ്ങുന്നതല്ല, അത് CPM രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടവയ്ക്കും. ഇ പി ജയരാജന് ഈ CPM രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന പ്രതിസന്ധി അതൊന്നുകൂടി മൂർച്ഛിക്കാൻ ഇടവെക്കുന്നത് തന്നെ സാഹചര്യമാണ് ഉണ്ടാവുക. ഒരുപക്ഷെ ഇന്നത്തെ പകൽ ദിനം CPM നേതാക്കൾ ആരും ഈ വിഷയത്തിൽ കൈകൊടുക്കാൻ സാധ്യതയില്ല, അവരാരും പ്രതികരിക്കാൻ സാധ്യതയില്ല. പക്ഷേ പ്രതിപക്ഷത്തിന് ഇത് ആയുധമാണ്. ഇ പി ജയരാജനും DC ബുക്സും പിന്മാറിയെങ്കിൽ പോലും പ്രതിപക്ഷ നേതാക്കൾ ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. ഇതിന് കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച, അതിനെക്കുറിച്ച് ഇ പി ജയരാജൻ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ജാവദേക്കറെ കണ്ടതാണ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അന്ന് പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെ CPM-ന്റെ പ്രമുഖരെല്ലാം പ്രതികരിച്ചിരുന്നു, ജയരാജനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഇന്ന് ഇതുവരെ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടാകാത്തത്? ഇക്കാര്യത്തിൽ ഇ പിയെ തള്ളിയത് കൊണ്ടും കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ ഒരു കാര്യത്തിൽ ഇ പി പാർട്ടിയെ രക്ഷിച്ചു എന്ന് വേണം കരുതാനില്ലേ? ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ പ്രതിരോധം തീർത്തിട്ടുണ്ട്. അല്ലാതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ ജാവദേക്കറെ കണ്ടു എന്ന കാര്യം സമ്മതിച്ചതുപോലെ ഇവിടെ അദ്ദേഹം തയ്യാറായിട്ടില്ല. അത്
പാർട്ടിക്ക് ഒരു അനുഗ്രഹമായിട്ടുണ്ട് ഈ ഘട്ടത്തിലല്ലേ. അപ്പോൾ പിന്നെ വേണമെങ്കിൽ അഭിപ്രായ പ്രകടനം നടത്താമല്ലോ CPM നേതാക്കൾക്ക്, അതുണ്ടാകുമെന്നും പ്രതീക്ഷിക്കാമല്ലോ. ഇന്നത്തെ ദിവസം ഈ ചർച്ചകൾക്കപ്പുറത്തേക്ക് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ ഒരുപക്ഷെ EP ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സ്വയവും അല്ലെങ്കിൽ DC ബുക്സുമായുള്ള ആശയവിനിമയത്തിനൊടുവിലും അത്തരമൊരു നിലപാടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. എന്തായാലും CPM നേതാക്കൾക്ക് പ്രതികരിക്കേണ്ടി വന്നാൽ പോലും ഈ ബുക്ക് വ്യാജമാണ്, അത് EP ജയരാജൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു എന്ന നിലപാടെടുത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ പ്രതിപക്ഷത്തിന് അതിനപ്പുറത്തേക്ക് EP പിൻവാങ്ങി, വിവാദമായപ്പോൾ പിൻവാങ്ങി എന്ന വാദം ഉന്നയിച്ച് മുന്നോട്ട് വരാൻ കഴിയും. അതുകൊണ്ട് CPM-ന് ഉണ്ടാകാൻ കഴിയുന്ന രാഷ്ട്രീയ നഷ്ടം അത് സംഭവിച്ചു കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അതിന്റെ ഉള്ളടക്കം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും EP-ക്ക് ഇനി പിന്നോട്ട് പോയാലും അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇതിന്റെ ഉള്ളടക്കമുണ്ട്, അത് ആ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. എന്നാൽ CPM നേതാക്കൾക്ക് വേണമെങ്കിൽ ന്യായീകരിച്ച് നിലപാടെടുക്കുകയും ചെയ്യും. എന്തായാലും പരമാവധി ഇന്നത്തെ ദിവസം ഈ വിഷയത്തിൽ കൈകൊടുക്കാൻ, പ്രതികരിക്കാതിരിക്കാനായിരിക്കും CPM നേതാക്കൾ ശ്രമിക്കുക. ശരി, എന്തായാലും 3 ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയും എന്ന തലക്കെട്ടുമുണ്ട് ഈ പുസ്തകത്തിൽ എന്നത് അങ്ങേയറ്റം കൗതുകകരമാണ്. ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത്. വോട്ടെടുപ്പിന് മുമ്പ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായേക്കാം. എന്തായാലും അത് കഴിഞ്ഞാകും പ്രസിദ്ധീകരണം എന്നതുകൊണ്ട് തുറന്നു പറയാമല്ലോ എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ P. സരിന്റെ സ്ഥാനാർത്ഥിത്വവും അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട്ട് LDF സ്ഥാനാർത്ഥിയുടെ വിഷയവും ചർച്ചയാകുമല്ലോ. ഡോക്ടർ P. സരിൻ തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അത് കിട്ടാതായപ്പോൾ ഇരുട്ടി വെളുക്കും മുമ്പ് മറുകണ്ഠം ചാടൽ, ശത്രുപാളയത്തിലെ വിള്ളൽ, പരമാവധി മുതലെടുക്കാമെന്നത് നേരെ. ഇത്തരത്തിൽ സ്വതന്ത്രരെ പക്ഷം ചേർത്ത് നിർത്തുന്നതിനെ കുറിച്ച് സഖാവ് EMS പലകുറി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകുന്ന ഈ അതായത് സ്വതന്ത്രരെ മത്സരിപ്പിക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല, അതിന്റെ നേട്ടം പാർട്ടിക്കും മുന്നണിക്കും കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടിയ ഒരാളാണ് സരിൻ. അവിടെ അവസരവാദ രാഷ്ട്രീയം ഇല്ലേ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. സരിന്റെ വിഷയത്തിൽ അതാണ്. അത് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എന്നൊരു ചെറിയ വാക്ക് പോലും വീഴുന്നത് പാർട്ടിയെയും മുന്നണിയെയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയെയും പ്രതിരോധത്തിലാക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് സരിന്റെ കാര്യത്തിലും ആ ഡാമേജ് ഉണ്ടാക്കാൻ EP-യുടെ ഈ പരാമർശത്തിന് കഴിയുന്നുണ്ട്. പ്രാഥമികമായി എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നതാണ് ഇപ്പോൾ ഈ വിവാദത്തിലേക്ക് എത്തുന്നത് എന്ന് തോന്നുന്നു മഞ്ജുഷ. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കുമല്ലോ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ, പക്ഷേ അതുപോലെയല്ല, തെരഞ്ഞെടുപ്പ് ദിവസം, വോട്ടെടുപ്പ് ദിവസമായി പോയി വിഷയം ഇതുവരെ ഒരു നേതാവും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം EP ജയരാജൻ താനല്ല ഈ പുസ്തകം എഴുതിയത്, ഇതൊരു പെയ്ഡ് ന്യൂസ് ആണ്, താൻ എഴുതാത്ത ആത്മകഥയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ പറയുകയും DC ബുക്സ് പ്രകാശനം താൽക്കാലികമായും നിർത്തിവെക്കുകയും ചെയ്തതോടുകൂടി CPM നേതാക്കൾ മുതിർന്ന നേതാക്കൾ പ്രതികരിക്കുന്നില്ല എങ്കിലും പാലക്കാട്ട് സ്ഥാനാർത്ഥി പ്രത്യേകിച്ച് P. സരിന്റെ പേര് ആ പുസ്തകത്തിലുണ്ട്. P. സരിൻ പ്രതികരിക്കുന്നത് EP ജയരാജൻ പച്ചയായ മനുഷ്യൻ എന്നാണ്. ചർച്ചയാക്കണമെങ്കിൽ മാധ്യമങ്ങൾക്ക് ചർച്ചയാക്കാം, പുസ്തകം വാങ്ങി വായിക്കുമ്പോൾ തന്നെ കുറിച്ച് പരാമർശമുണ്ട് എങ്കിൽ പ്രതികരിക്കാം എന്നുമാണ് ഡോക്ടർ സരിൻ പറഞ്ഞത്. സഖാവ് EP ജയരാജന്റെ അഭിപ്രായം ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിഷേധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു വാക്ക് പോലും അദ്ദേഹം മനസ്സിരുത്തിയല്ലാതെ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെടുകയാണെങ്കിൽ ചർച്ചയാക്കാം. ചർച്ചയാക്കുന്നതിനും അപ്പുറം അതുകൊണ്ട് വേറൊരു തരത്തിലും നോക്കൂ, ഞാനൊരു പച്ചയായ മനുഷ്യനാണ് എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. പറഞ്ഞ കാര്യങ്ങളിലെ ബോധ്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അതുകൊണ്ട് തന്നെ ഉണ്ട്. ഏതെങ്കിലും തെറ്റിദ്ധാരണ പേരിൽ അദ്ദേഹം അറിയാതെ വന്ന ഏതെങ്കിലും ഒരു വാക്കിൽ അങ്ങനെ നിങ്ങൾ ആരോപിക്കപ്പെടുന്ന അർത്ഥമാണ് കണ്ടെത്തേണ്ടതെങ്കിൽ അദ്ദേഹം തന്നെയാണ് അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്ക് അറിയില്ലല്ലോ, പുസ്തകം പുറത്തു വന്നാലല്ലേ നമുക്ക് അറിയൂ യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ പുസ്തകം വാങ്ങി വായിക്കുമ്പോൾ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹവും വായനക്കാരെന്നുള്ള രീതിയിൽ വായനക്കാരും അതിൽ പരാമർശിക്കപ്പെട്ട ആൾ ഞാനാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക പരാമർശം ഉണ്ടെങ്കിൽ ഞാനും അഭിപ്രായം പറഞ്ഞാൽ പോരെ. പച്ചയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം, പച്ചയായ മണ്ണിന്റെ സഖാവാണ്, തുറന്ന പുസ്തകം പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. കളങ്കങ്ങളില്ല, കാപട്യങ്ങളില്ല. ആ മനുഷ്യന്റെ എൻഡോഴ്സ്മെന്റുകളും വിയോജിപ്പുകളും തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി. എൻഡോഴ്സ്മെന്റ് മാത്രമല്ലല്ലോ, എപ്പോഴും ചിലപ്പോൾ നല്ല വിമർശനങ്ങളും കൂടി വന്നാൽ അതും ഒരു പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ശക്തിയല്ലേ. തീർച്ചയായും ചേലക്കരയും വയനാടും വിധി എഴുതുമ്പോഴാണ് EP-യുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു ബോംബ് കൂടി പൊട്ടിക്കുന്നത്. എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനിയും 7 ദിവസങ്ങളുണ്ട്. പക്ഷെ പാലക്കാട് ഇത് ചർച്ചാ വിഷയമാക്കുകയാണ്. കാരണം സരിൻ വന്നതുകൂടി, സരിൻ ആ പുസ്തകത്തിലേക്ക് കടന്നു വന്നതോടുകൂടി സരിൻ ഒരു അവസരവാദ രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്ന രീതിയിലുള്ള പരാമർശം EP-യുടെ ആ പുസ്തകത്തിൽ വന്നതുകൊണ്ട്, കട്ടൻചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൽ വന്നതുകൊണ്ട് സരിനും ഇക്കാര്യത്തിലൊരു പ്രതിരോധം പാലക്കാട്ടേക്ക് മറ്റൊരു തെരഞ്ഞെടുപ്പ് വിഷയം കൂടി എത്തുകയാണ്. നമുക്ക് എന്തായാലും ഇനി മഞ്ജുഷ മറ്റൊരു വോട്ടെടുപ്പ്